ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയാൽ നമ്മുടെ മൂന്നാമത്തെ ഓൺലൈൻ ബൈബിൾ ക്വിസും അനുഗ്രഹമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നിത്യം പരിപാലിക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: ദയയും സത്യവും. സങ്കീർത്തനങ്ങൾ 40:11. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നല്ല കാലം കാണുവാൻ ആഗ്രഹിക്കുന്നവർ സൂക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം ഇതാണ്: ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. 1 പത്രോസ് 3:10. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: തിരഞ്ഞെടുത്തു എങ്കിലും പിന്നീട് കാണുവാൻ സാധിക്കാത്ത വ്യക്തി ആരാണ്? ഉത്തരം ഇതാണ്: മത്യാസ്. പ്രവൃത്തികളുടെ പുസ്തകം 1:26 മത്യാസിനെ ചീട്ടിട്ട് തിരഞ്ഞെടുത്തതായി നാം കാണുന്നുണ്ട്. പിന്നീട് ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒരിടത്തും മത്യാസിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇരുട്ട് നട്ടുച്ച പോലെയാകുന്നത് എപ്പോഴാണ്? ഉത്തരം ഇതാണ്: വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ. യെശയ്യാവിൻ്റെ പ്രവചനം 58:10. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: അലയുടെ ശക്തിയാൽ തകർന്നു പോയത് എന്താണ്? ഉത്തരം ഇതാണ്: അമരം. പ്രവൃത്തികളുടെ പുസ്തകം 27:41. നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എന്താണ്? ഉത്തരം ഇതാണ്: നിങ്ങളുടെ വിശ്വാസം എവിടെ? ലൂക്കോസ് 8:25. അതുപോലെ തന്നെ അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? മത്തായി 8:26. നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് എലീശ മൂലം ദൈവം സംസാരിച്ച കാര്യം അസാധ്യമായി തോന്നിയത് ആർക്കാണ്? ഉത്തരം ഇതാണ്: രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകന്. 2 രാജാക്കന്മാർ 7:2. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ദൂതന്മാരാൽ സ്ത്രീകളുടെ ശിരസിന്മേൽ എന്തുണ്ടായിരിക്കണം? ഉത്തരം ഇതാണ്: അധീനതാ ലക്ഷ്യം. 1 കൊരിന്ത്യർ 11:10. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: സകലത്തിലും അലങ്കരിക്കേണ്ടത് എന്താണ്? ഉത്തരം ഇതാണ്: ഉപദേശത്തെ. തീത്തോസിന്റെ ലേഖനം 2:9. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവയുടെ ശിക്ഷയാൽ കഴിച്ചത് എന്താണ്? ഉത്തരം ഇതാണ്: ജപം. യെശയ്യാവിൻ്റെ പ്രവചനം 26:16. 11ാമത്തെ ചോദ്യം ഇതായിരുന്നു: മുഖം വിരൂപമാക്കുന്നത് ആരാണ്? വിരൂപമാക്കുന്നത് എന്തിനാണ്? ഉത്തരം ഇതാണ്: കപടഭക്തിക്കാർ. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് മുഖം വിരൂപമാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6:16. 12ാമത്തെ ചോദ്യം ഇതായിരുന്നു: പുരുഷനെ അറിയാത്ത 2 സ്ത്രീകളെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. അവർ ആരൊക്കെയാണ്? ഉത്തരം ഇതാണ്: ലൂക്കോസ് 1:34 നമുക്ക് മറിയയെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ന്യായാധിപന്മാർ 11:39 ഇബ്താഹിൻ്റെ മകൾ. അതായത് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: 2 മാസം കഴിഞ്ഞിട്ട് അവൾ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു. അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല. നമ്മുടെ ഈ ചോദ്യത്തിന് പല പ്രിയപ്പെട്ടവരും ഉൽപ്പത്തി 24:16 ആസ്പദമാക്കി റിബേക്ക എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് പുരുഷൻ തൊടാത്ത കന്യക എന്നാണ്. നമ്മുടെ ചോദ്യം പുരുഷനെ അറിയാത്ത സ്ത്രീ എന്നായിരുന്നു. അപ്പോൾ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ 13ാമത്തെ ചോദ്യം ഇതാണ്: നന്മ ചെയ്താൽ ആരുടെ മക്കളാകും? ഉത്തരം ഇതാണ്: സാറയുടെ. 1 പത്രോസ് 3:6 നാം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളാകും. നമ്മുടെ 14ാമത്തെ ചോദ്യം ഇതായിരുന്നു: പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന 2 വ്യക്തികൾ. ഇവർ അറിയപ്പെട്ടത് പുതിയ നിയമത്തിലൂടെയാണ്. ഇവർ ആരെല്ലാമാണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്: യന്നേസും എംബ്രൈസും. 2 തിമോത്തിയോസ് 3:8. നമ്മുടെ 15ാമത്തെ ചോദ്യം ഇതായിരുന്നു: പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ആദ്യ കാഴ്ചയിൽ തന്നെ പേര് സഹിതം തിരിച്ചറിഞ്ഞവർ ആരാണ്? ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിരുന്നു. ഇതിൻ്റെ ഉത്തരം ഇതാണ്: പത്രോസും കൂട്ടരും. മത്തായിയുടെ സുവിശേഷം 17:1, 3, 4. ഇതിൻ്റെ സംഭവം ഇതാണ്: യേശു പത്രോസിനെയും കൂട്ടരെയും കൂട്ടി മറുരൂപ മലയിലേക്ക് പോകുമ്പോൾ യേശു രൂപാന്തരം പ്രാപിക്കുകയും
മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷമാകുകയും അത് കണ്ടിട്ട് പത്രോസ് പെട്ടെന്ന് തന്നെ യേശുവിനോട് പറയുന്നു, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. ഇതാണ് സംഭവം. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഒരിക്കൽ പോലും പത്രോസ് മോശയെയും ഏലിയാവിനെയും കണ്ടിട്ടില്ല. എന്നിട്ട് പോലും ആദ്യ കാഴ്ചയിൽ തന്നെ മോശയും ഏലിയാവുമാണെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഉത്തരമയച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ 4ാമത്തെ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ നിബന്ധനകൾ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കട്ടെ. പഴയ നിബന്ധനകൾ തന്നെയാണ്. ഉത്തരങ്ങളെല്ലാം ഒരുമിച്ച് അയക്കുക. ഇപ്പോഴും പല പ്രിയപ്പെട്ടവരും ഓരോന്നോരോന്നായിട്ട് അയക്കുന്നുണ്ട്. അത് നോക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഉത്തരങ്ങൾ ഒരുമിച്ച് അയക്കുക. അതുപോലെ തന്നെ ഉത്തരങ്ങളോടൊപ്പം എല്ലാ ചോദ്യങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ്. റഫറൻസ് ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അതുകൊണ്ട് റഫറൻസ് നിർബന്ധമായും വേണം. റഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ നിബന്ധനകൾ. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ബൈബിൾ ക്വിസിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവ ത്യജിച്ചു കളഞ്ഞ ജനത്തിനിട്ട പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: യഹോവ ത്യജിച്ചു കളഞ്ഞ ജനത്തിനിട്ട പേര് എന്താണ്? 2ാമത്തെ ചോദ്യം ഇതാണ്: നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരുന്നത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരുന്നത് എന്തിനാണ്? 3ാമത്തെ ചോദ്യം ഇതാണ്: ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? 4ാമത്തെ ചോദ്യം ഇതാണ്: കോപം ജനിപ്പിക്കുന്നത് ആരെ കൊണ്ടാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കോപം ജനിപ്പിക്കുന്നത് ആരെ കൊണ്ടാണ്? 5ാമത്തെ ചോദ്യം ഇതാണ്: ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നത് എന്താണ്? 6ാമത്തെ ചോദ്യം ഇതാണ്: ബലഹീനമാകയാൽ മലിനമായിത്തീരുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ബലഹീനമാകയാൽ മലിനമായിത്തീരുന്നത് എന്താണ്? 7ാമത്തെ ചോദ്യം ഇതാണ്: വിവാഹം ചെയ്യാത്തവൻ ചിന്തിക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: വിവാഹം ചെയ്യാത്തവൻ ചിന്തിക്കുന്നത് എന്താണ്? 8ാമത്തെ ചോദ്യം ഇതാണ്: മഹാപ്രതിഫലമുള്ളത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മഹാപ്രതിഫലമുള്ളത് എന്തിനാണ്? 9ാമത്തെ ചോദ്യം ഇതാണ്: ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്നവൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്നവൻ ആരാണ്? 10ാമത്തെ ചോദ്യം ഇതാണ്: യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി: യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തിനാണ്? 11ാമത്തെ ചോദ്യം ഇതാണ്: പുഷ്ടി നിമിത്തം തകർന്നു പോകുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: പുഷ്ടി നിമിത്തം തകർന്നു പോകുന്നത് എന്താണ്? 12ാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും നശിച്ചു പോകുന്നത് ആരാണ്? 13ാമത്തെ ചോദ്യം ഇതാണ്: ജാതികളുടെ ഇടയിൽ അല്പമാക്കിയിരിക്കുന്നത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ജാതികളുടെ ഇടയിൽ അല്പമാക്കിയിരിക്കുന്നത് ആരെയാണ്? 14ാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ്റെ ശത്രുക്കൾ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മനുഷ്യൻ്റെ ശത്രുക്കൾ ആരാണ്? 15ാമത്തെ ചോദ്യം ഇതാണ്: ഉമ്മരപ്പടി ശൂന്യമാകുന്നത് എങ്ങനെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഉമ്മരപ്പടി ശൂന്യമാകുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് പല പ്രിയപ്പെട്ടവരും പറഞ്ഞതിനാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിബന്ധനകൾ എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്യുക. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. അതുപോലെ തന്നെ ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. എല്ലാവരും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പുതിയതായിട്ട് അയക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ ആവശ്യമില്ല. നമ്മുടെ ഈ ആഴ്ചത്തെ ബൈബിൾ ക്വിസുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുന്ന വിജയികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഉത്തരങ്ങൾ അയക്കാൻ തയ്യാറായിക്കോളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.